രാവിലെ എണീച്ച് പല്ല് തേച്ചുകൊണ്ടിരിക്കുന്ന നേരത്താണ് ഞാൻ ആ കാഴ്ച കണ്ടത്. അപ്പുറത്തെ വീട്ടിലെ പപ്പായ പഴുത്തതുകൊണ്ട് എന്നെ നോക്കി ചിരിക്കണു. ഞാൻ കാണുന്നതിന് മുമ്പ് തന്നെ കുറെ കാക്കകൾ അത് കണ്ടിട്ടുണ്ട് തോന്നുന്നു. മരത്തിന്റെ മേലെ കൂടെ വട്ടമിട്ട് പറക്കുന്നുണ്ടായിരുന്നു. കാക്കനെ എന്നെയും തോൽപ്പിച്ചുകൊണ്ട് ഒരു അണ്ണാൻകുഞ്ഞ് പകുതി കടിച്ചിട്ട് പോയിട്ടുണ്ട്. ഇനിയൊട്ടും സമയം കളയാൻ നേരമില്ല പറഞ്ഞിട്ട് അവിടെ കൊണ്ടുവന്ന തോട്ടിയും പൊക്കിപ്പിടിച്ച് മരം ലക്ഷ്യമിട്ട് മുന്നോട്ട് നീങ്ങി. ഉന്നം പഴിക്കാതെ ആഞ്ഞു കുത്തിയതിൽ ആദ്യ ശ്രമം തന്നെ നമ്മൾ വിജയിച്ചു. പക്ഷെ വീണത് അപ്പുറത്തെ ചേട്ടന്റെ ഷീറ്റിലായിരുന്നു എന്ന് മാത്രം. ആരാണ്ടോ പെരയിൽ കല്ലെറിയുന്നതെന്ന് പറഞ്ഞ ഒരു സൗണ്ടും കേട്ടു. അവിടെ തന്നെ നിൽക്കണോ അതോ തിരിഞ്ഞു ഓടണോ എന്നാണ് എന്റെ മനസ്സിലപ്പോൾ തോന്നിയത്. 2 മിനിറ്റ് വേറെ സൗണ്ടൊന്നും അവിടെ നിന്ന് കേൾക്കാത്തതുകൊണ്ട് രണ്ടാമത്തെ അറ്റംപ്റ്റ് നമ്മൾ ആരംഭിച്ചു. തോട്ടിയിൽ ഫെഫിക്കുക്ക് കൊട്ടിയ പോലെയാണ് ആ പപ്പായ നമ്മുടെ കൈക്ക് വന്നത്. അതിനെ കൊണ്ടുപോയി കഴിക്കാൻ പറഞ്ഞ് വെട്ടി നോക്കിയപ്പോഴാണ് പണ്ട് ബയോളജി ബുക്ക് തുറന്ന കാണുന്ന ചിത്രങ്ങളൊക്കെ അതിന്റെ ഉള്ളിൽ കണ്ടത്. ഇതെന്തെങ്ങനെ പറഞ്ഞ അടുത്ത പപ്പായ ഒന്ന് വെട്ടി നോക്കിയതാണ്. അത് വെട്ടി നോക്കിയപ്പോൾ ആവക്കാഡോ പഴത്തിന്റെ മോഡൽ പോലെയാണ് കണ്ടത്. ഇതെന്ത് മറിമായാണെന്ന് എനിക്കറിയാൻ പാടില്ല. എന്തായാലും കുഴപ്പമില്ല പറഞ്ഞ് അതിന്റെ കുരു എടുത്ത് കളഞ്ഞ് ഉള്ളിലുള്ള പൾപ്പെല്ലാം ചുരണ്ടിയെടുത്ത് അതൊരു ഗ്ലാസ്സിലേക്ക് ഇട്ടു. ഒരു പീസ് കഴിച്ചു നോക്കിയപ്പോൾ മധുരം കുറച്ച് കുറവുള്ളത് കൊണ്ട് കുറച്ച് പഞ്ചസാര എടുത്ത് അതിന്റെ മേലെ ഇങ്ങനെ തൂക്കി കൊടുത്തു. പപ്പായയും പഞ്ചസാരയും കൂടി മിക്സ് ചെയ്ത് കഴിക്കാൻ നല്ല രസം. നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം ട്ടാ.